ക്രിസ്തുവിൽ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, നമ്മുടെ രക്ഷകൻ അനുഭവിച്ച അതികഠിനമായ പീഡാനുഭവത്തിന്റെ ദുഃഖസ്മരണയിൽ നിന്നും ഒരു സന്തോഷത്തിന്റെ പൊൻപുലരിയിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണല്ലോ. വിശുദ്ധ ബൈബിൾ സദൃശ്യവാക്യങ്ങൾ 4:18-19 വാക്യങ്ങളിൽ പറയുന്നത് പോലെ, നീതിമാന്മാരുടെ പാത പുലരി വെളിച്ചം പോലെയാണ്. അത് നട്ടുച്ചവരെ അധികം ശോഭിച്ചു വരുന്നു. ദുഷ്ടന്മാരുടെ വഴിയോ കൂരിരുട്ട് പോലെയും. നീതിയുടെയും സത്യത്തിന്റെയും വഴികൾ എന്നും ഉയർത്തെഴുന്നേൽപ്പിന്റെ പാതകൾ തന്നെയാണ്. നീതിമാനായ ക്രിസ്തു അനീതി നിറഞ്ഞ സമൂഹത്തിന് വെളിച്ചമായി, സത്യത്തിന്റെ പാലകനായി ശോഭിച്ചു നിൽക്കുന്നു. അന്ധത പൂണ്ട ഒരു ജനസമൂഹത്തെ മിണ്ടാതാക്കിക്കൊണ്ട് ഇന്ന് ലോകത്തിനെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ നമ്മുടെ രക്ഷകനായ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ക്രിസ്തുവിന്റെ ഉയർപ്പ് ലോകത്തോട് പ്രഖ്യാപിക്കുന്നത് ആത്യന്തികമായി നന്മയുടെ മാർഗം മാത്രമേ ജയിക്കുകയുള്ളൂ എന്നാണ്. ഈ വിശ്വാസമുള്ളവർക്ക് മാത്രമേ ഇന്ന് പ്രത്യാശയോടെ ലോകത്തിന്റെ പ്രശ്നങ്ങളെ പരാജയഭീതി കൂടാതെ നേരിടുവാൻ കഴിയൂ. ചരിത്രത്തിന്റെ ഏടുകളിൽ സ്ഥാനം പിടിച്ച ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമായ വില്യം വിൽബർഫോഴ്സ് അടിമക്കച്ചവടം നിരോധിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരു മനുഷ്യസ്നേഹിയായിരുന്നു. ഇതിനുവേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റിൽ അദ്ദേഹം ബില്ല് അവതരിപ്പിച്ചു. എന്നാൽ ഭൂരിപക്ഷം ലഭിക്കാതെ ആ ബില്ല് തള്ളിപ്പോയി. തന്റെ സ്നേഹിതന്മാർ പലരും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹം തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ പ്രവർത്തനത്തിന്റെ ഫലം ഏറ്റവും ഒടുവിൽ കിട്ടും, എനിക്ക് വിജയം ലഭിക്കും, അതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ 20 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് പ്രയോജനമുണ്ടായി. ഇവിടെ നന്മയുടെ, നീതിയുടെ, സഹജീവികളോടുള്ള കരുതലിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നു. അതാണ് ഉയർപ്പിന്റെ കാതലായ സന്ദേശം. ഉയർപ്പിന്റെ അനുഗ്രഹവും പ്രത്യാശയും ഏവരുടെയും ജീവിതത്തിൽ താങ്ങായും തണലായും വഴി നടത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.